ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതൊക്കെ ആർക്കാ ഇഷ്ടമുള്ളതല്ലേ? എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് ചെയ്യുന്ന വൺ ഓഫ് ദ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഹിയർ ആൻഡ് ദെയർ ഒക്കെ ഈ ഒറ്റപ്പെടുന്ന അവസ്ഥ. ഞാനൊരു കുഞ്ഞു കഥ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡിലുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രപതി എക്സാം പാലോട് വെച്ചിട്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ഈ എക്സാം എഴുതേണ്ടത് എൻ്റെ ഒരു വാശിയാണ്. അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ടെൻറ്റിലായിരുന്നു. ഒരു ടെൻറ്റിൽ 2 സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നത്. അന്ന് രാത്രി ടീച്ചർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ടെൻറ്റ് ഭയങ്കര കൺജസ്റ്റാണ്, ആരെങ്കിലും അടുത്തുള്ള ടെൻറ്റിലേക്ക് മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും റെഡി ആയിരുന്നില്ല. അവസാനം ടീച്ചർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മാറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ സ്കൂളിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുമല്ലോ. പക്ഷേ ദ ബ്യൂട്ടി ഓഫ് ദ സ്റ്റോറീസ്, എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആരും റെഡി ആയിരുന്നില്ല. ആരും എന്നെ കണ്ട ഭാവം നടിക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ മനസ്സോടെ ലഗേജൊക്കെ എടുത്തിട്ട് അടുത്തുള്ള ടെൻറ്റിലേക്ക് പോയി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എക്സാമാണ്. അപ്പോൾ എൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാവരും ഞാനൊക്കെ ആയിട്ടിരുന്ന് നമ്മുടെ ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ കണ്ട ഭാവം നടിക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുന്നു. ആ എക്സാം കഴിഞ്ഞിട്ടുള്ള ബ്രേക്കിൻ്റെ ടൈമിൽ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് മണ്ണിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ മരത്തിലൊക്കെ ചാരി ഇങ്ങനെ ഇരിക്കുക. ഞാനിങ്ങനെ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഓരോ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു, കുറേ തമാശയൊക്കെ പറയുന്നു. എൻ്റെ ടെൻറ്റിലുണ്ടായിരുന്ന കുട്ടികൾ വന്നിട്ട് നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാത്തെ? അപ്പോൾ അവർക്ക് ഏകദേശം ഒരു കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി. ഞാൻ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ചേരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്തിട്ട് കുറേ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പിള്ളേരുടെ അടുത്ത് എനിക്ക് ഒരു എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. അവർ എന്നെ ഞാനായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തു. ഓരോ എക്സാമിൻ്റെ സമയത്തും ഞാൻ ചോദിക്കാതെ തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ വന്ന് ഡിസ്കസ് ചെയ്യുക. ഞാനത് ഒറ്റപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ആ എക്സാം ജയിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയ്ക്കധികം ആ പിള്ളേർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഈവൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അത്രയ്ക്ക് വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയും. എൻ്റെ മുന്നിൽ തെളിഞ്ഞ വഴിയായിരുന്നു ഈ പിള്ളേർ. ഈ ഒരു സംഭവത്തിന് ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ റിസൾട്ട് വന്നപ്പോഴേക്കും എക്സാം ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷത്തെ ഗൈഡ്സിൻ്റെ, അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ഗേൾസിൻ്റെ ടീമിൻ്റെ ലീഡർ ഞാനായിരുന്നു. ലൈഫിൽ നിങ്ങളിപ്പോൾ ഒരു ഒറ്റപ്പെടലൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യുവർ ലൈഫ് ഗെയിം ഈസ് അബൌട്ട് ടു ലെവൽ അപ്പ്. സോ ഹോൾഡ് ഓൺ. ലൈഫ് ഹാവ് ദിസ് സ്ട്രേഞ്ച് വേ ഓഫ് ടീച്ചിങ് എസ് ലെസൺസ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിക്കേണ്ട ലെസൺസ് ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ അതല്ല, ലൈഫിൽ ഇതുപോലെ ഒറ്റപ്പെടലൊക്കെ നേരിടുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാതെ ഷ്രിങ്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ലെസൺ നമ്മൾ ലേൺ ചെയ്യുന്നത് വരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.